വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് അഡോബിയുടെ. അത് പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും ടൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തും. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തണുള്ളൂ. ബാക്കി വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേ ഔട്ട് മാറ്റുക. നമുക്ക് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്കട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആഫ്റ്റർ എഫക്റ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ തോന്നും. ഓഫ് ഇത് അങ്ങനെ ഞാനും ഇത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ലേ ഔട്ട് മാറ്റുക. അതിനായിട്ട് വർക്ക് സ്പേസിൽ വിൻഡോസിൽ വർക്ക് സ്പേസ് എടുക്കുക. അതിൽ ഓൾ പാനൽസ് കൊടുക്കുക. നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓൾ പാനൽസ് ഇട്ട് ചെയ്താൽ മതി, അതാണ് ബെറ്റർ. അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് സ്പേസ് ഓൾ പാനലിലേക്ക് ആക്കി. ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഈ സെന്ററിൽ കാണാൻ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറഞ്ഞതിൽ നിന്നാണ് നമുക്ക് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്കട്ടിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞു കൊടുക്കില്ലേ, അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറയുന്നത്. ന്യൂ കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പോസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ FPS, അതുപോലെ തന്നെ അത് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കമ്പോസിഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു കമ്പോസിഷൻ ഉണ്ടാക്കാൻ പറ്റും. അതേസമയം ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ആ വീഡിയോ ഡയറക്റ്റ് ഇതിൽ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയുടെ ഇതിലുള്ള കമ്പോസിഷൻ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ നോക്കാൻ പോകുന്നത് ന്യൂ കമ്പോസിഷൻ ആണ്. ന്യൂ കമ്പോസിഷൻ എടുത്തിട്ട് ഇപ്പൊ എനിക്കിപ്പോ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ പോർട്രേറ്റിലുള്ളതുകൊണ്ട് ഞാൻ പ്രസന്റ് പോർട്രേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ഇപ്പൊ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഞാൻ പറഞ്ഞുതരാം, അത് നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മളപ്പോ തുടക്കം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രസൻസിൽ ജസ്റ്റ് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈം ലൈനും കമ്പോസിഷനും ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ലേഔട്ട് ഇവിടെ വരും. ഇതിൽ നമ്മുടെ കമ്പോസിഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പോസിഷൻ. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എഫക്ട് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ വഴി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് സെറ്റിംഗ്സിലൊന്നും മാറ്റാനൊന്നുമില്ല. നമുക്കിനി ഡയറക്റ്റ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂൾസുകൾ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫയൽ എടുത്തിട്ട് ഇമ്പോർട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്കിത് ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് ചെയ്തു പോകാനാണ് നല്ലത്. അപ്പൊ അതിനായിട്ട് ഫയൽ എടുക്കുക, ഇമ്പോർട്ട് ഫയൽ കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ഏത് വീഡിയോ ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തു. അത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊജക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ വീഡിയോ നമുക്ക് ടൈം ലൈനിലേക്ക് ഇടാനായിട്ട് നമുക്ക് ഈ വീഡിയോ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ നമുക്ക് ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആഫ്റ്റർ എഫക്റ്റ് വഴി ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയണുള്ളൂ. നമുക്ക് ഒറ്റയടിക്കാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണില്ല. നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നുള്ളൂ. നമുക്ക് തുടക്കം തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആവും. എന്നാലും നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എൻ്റെ വരും ദിവസങ്ങളിലെ ഓരോ വീഡിയോസും നമുക്ക് ആഫ്റ്റർ എഫക്റ്റിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, ടെക്സ്റ്റ് അനിമേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു വീഡിയോ സ്പീഡാക്കാനും സ്ലോ ആക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്താം. ഓക്കെ, ബൈ.